നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇസ്രയേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള യുദ്ധം പാശ്ചാത്യ രാജ്യങ്ങളെ ഭീതിയുടെ മുൻപിൽ തള്ളിവിട്ടിരിക്കുകയാണ്. ഇതിന് ആക്കം കൂട്ടിയാണ് ബെഞ്ചമിൻ നെതന്യാഹു തന്റെ US സന്ദർശനം വെട്ടിക്കുറയ്ക്കുകയും ഹിസ്ബുള്ളയുടെ ഈ ആക്രമണത്തിന് കനത്ത വില നൽകേണ്ടി വരുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയത്. ഇസ്രയേലും ലബനനും ഇടയിലുള്ള അതിർത്തി പ്രദേശങ്ങളിലെ എല്ലാ ആക്രമണങ്ങളും അവസാനിപ്പിക്കാൻ നയതന്ത്ര പരിഹാരത്തിന് ഇടപെടുമെന്ന് വൈറ്റ് ഹൌസ് നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ലബനനിൽ നിന്ന് ഏകദേശം 12 കിലോമീറ്റർ തെക്ക് സിറിയൻ അതിർത്തിയോട് ചേർന്നുള്ള ഡ്രൂസ് പട്ടണമായ മജ്ദൽ ഷംസീർ കുട്ടികളും കൗമാരക്കാരും കളിക്കുന്ന ഫുട്ബോൾ മൈതാനിയിലേക്ക് ഹിസ്ബുള്ളയുടെ റോക്കറ്റ് പതിച്ച് 12 കുട്ടികൾ കൊല്ലപ്പെടുകയും 20 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഇതിന് തിരിച്ചടിയ ഹിസ്ബുള്ളയുടെ കേന്ദ്രങ്ങൾ ഇസ്രയേലും ആക്രമിക്കുകയായിരുന്നു. ശനിയാഴ്ച മജ്ദൽ ഷംസിലെ ട്രൂ ടൗണിൽ നടന്ന ആക്രമണത്തിന് പിന്നിൽ ഹിസ്ബുള്ളയാണെന്ന് ഇസ്രയേൽ ആരോപിക്കുന്നുണ്ട്. എന്നാൽ ഹിസ്ബുള്ള ഇത് നിഷേധിച്ചു. അറബി സംസാരിക്കുന്ന മതപരവും വംശീയപരമായി ട്രൂസ് വിഭാഗത്തിൽപ്പെടുന്ന 25,000 അംഗങ്ങൾ താമസിക്കുന്ന ഗോലാൻ കുന്നുകളിലെ 4 ഗ്രാമങ്ങളിലൊന്നാണ് ആക്രമണം നടന്ന മജ്ദൽ ഷംസ്. ഒക്ടോബർ 7 ഇസ്രയേൽ ആക്രമണം ആരംഭിച്ചതു മുതൽ ഇസ്രയേലിനുണ്ടായ ഏറ്റവും വലിയ നഷ്ടമാണ് ശനിയാഴ്ച നടന്ന ഫുട്ബോൾ പിച്ചിലെ ആക്രമണം. ആക്രമണത്തിന് പിന്നാലെ ഉടനടി പ്രതികരിച്ച ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഹിസ്ബുള്ളയ്ക്കെതിരെ പ്രതികാരം ചെയ്യുമെന്ന് വെല്ലുവിളിക്കുകയായിരുന്നു. പിന്നാലെയാണ് ആയുധങ്ങളും മറ്റുമുള്ള ഹിസ്ബുള്ളയുടെ സൈനിക കേന്ദ്രങ്ങൾ തകർത്തെന്ന് ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കിയത്. എന്നാൽ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം നിഷേധിച്ച് ഹിസ്ബുള്ള വക്താവ് മുഹമ്മദ് ആഫീഫ് ഇസ്രയേലിലെ റോക്കറ്റാണ് സ്ഫോടനത്തിന് കാരണമായതെന്ന് ഐക്യരാഷ്ട്രസഭയോട് വ്യക്തമാക്കിയതായും റിപ്പോർട്ടുകളുണ്ട്. ഫുട്ബോൾ ഗ്രൗണ്ടിൽ നിന്ന് ഏകദേശം 3 കിലോമീറ്റർ അകലെ ഗോലാൻ കുന്നുകളിലൂടെയും ലബനന്റെയും അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന ഹെർമോൺ പർവ്വതത്തിന്റെ ചരിവുകളിൽ അടുത്തുള്ള സൈനിക കോമ്പൗണ്ടിലായിരുന്നു ഈ ആക്രമണം നടന്നത്. ഹിസ്ബുള്ള സംഭവത്തിന്റെ ഉത്തരവാദിത്തം നിഷേധിക്കുകയും കള്ളം പറയുകയുമാണ് ചെയ്യുന്നതെന്ന് IDF വക്താവ് ഡാനിയൽ ഹഗാരി ആരോപിച്ചു. ഹിസ്ബുള്ളയുടെ ഉടമസ്ഥതയിലുള്ള ഇറാനിയൻ നിർമ്മിത ഫലക് 1 റോക്കറ്റ് ഉപയോഗിച്ചാണ് വ്യോമാക്രമണം നടത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു. തങ്ങൾ ഒരു സമ്പൂർണ്ണ യുദ്ധത്തെ അഭിമുഖീകരിക്കുകയാണെന്നും ഇസ്രായേലിലെ പൗരന്മാരെയും അതിന്റെ പരമാധികാരത്തെയും ശക്തമായി സംരക്ഷിക്കുമെന്നും വിദേശകാര്യമന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പ്രതികരിച്ചിരുന്നു. എന്നാൽ ലബനൻ സർക്കാരും പ്രതികരണവുമായി പ്രസ്താവന പുറപ്പെടുവിച്ചിരുന്നു. എല്ലാ പൗരന്മാർക്കുമെതിരായ എല്ലാ ആക്രമണങ്ങളെയും അപലപിക്കുന്നു. പൗരന്മാരെ ലക്ഷ്യം വെക്കുന്നത് അന്താരാഷ്ട്ര നിയമത്തിന്റെ നഗ്നമായ ലംഘനവും മാനവികതയുടെ തത്വങ്ങൾക്ക് വിരുദ്ധവുമാണ് എന്ന് അവർ പ്രസ്താവനയിൽ പറയുന്നു. കൂടാതെ അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ആക്രമണത്തെ അപലപിച്ചു. പരമാവധി സംയമനം എല്ലാ ആളുകളും പാലിക്കണമെന്ന് ഐക്യരാഷ്ട്രസഭയും പുറത്തിറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കി. വടക്കൻ ഇസ്രയേൽ, ലബനൻ, ജോർദാൻ, സിറിയ എന്നിവിടങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ട്രൂസ് വിഭാഗങ്ങൾ താമസിക്കുന്നത്. ഇസ്രയേൽ ജനസംഖ്യയുടെ 1.5% ഉൾപ്പെടുന്ന ഇവർക്ക് പൂർണ്ണ പൗരത്വ അവകാശവുമുണ്ട്. 1981 ഈ പ്രദേശത്ത് സിറിയയിൽ നിന്ന് കൂട്ടിച്ചേർക്കപ്പെട്ടപ്പോൾ ഗോലാനിൽ താമസിക്കുന്നവർക്ക് ഇസ്രയേൽ പൗരത്വം വാഗ്ദാനം ചെയ്തെങ്കിലും എല്ലാവരും അത് അംഗീകരിച്ചിരുന്നില്ല. ഗോലാനിലെ ട്രൂട്സിന് ഇപ്പോഴും ഇസ്രയേലിൽ പഠിക്കാനും ജോലി ചെയ്യാനും കഴിയുമെങ്കിലും പൗരത്വമുള്ളവർക്ക് മാത്രമേ വോട്ട് ചെയ്യാൻ സാധിക്കൂ. മാത്രവുമല്ല, IDFലെ ഏറ്റവും വലിയ ജൂതേതര ഗ്രൂപ്പും ഡ്രൂട്സ് ആണ്. ശനിയാഴ്ചത്തെ ആക്രമണത്തിന്റെ റിപ്പോർട്ടുകൾ പുറത്തു വന്നതിന് മുമ്പ് മറ്റു 4 ആക്രമണങ്ങളുടെ ഉത്തരവാദിത്തം ഹിസ്ബുള്ള ഏറ്റെടുത്തിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസമുണ്ടായ ആക്രമണത്തെ ഹിസ്ബുള്ള നിഷേധിക്കുകയായിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.